ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മലപ്പുറത്ത് മെറിൻ മിറാക്കിൾ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്ത് എൻട്രി ഫീ ആയിട്ട് ടിക്കറ്റിന് 100 രൂപയാണ് കേട്ടോ. ഒരാൾക്ക് 100 രൂപയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ കാണുന്നതാണ് ഓന്ത്. ഇതേപോലെ കയറുന്ന എൻട്രി തന്നെ ഇതാണ് കേട്ടോ ആദ്യമായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് ഓന്തുകൾ. അത് കഴിഞ്ഞ് പിന്നെ മീനുകളുടെ ഒരു പലതരം വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ. അങ്ങനെ അക്വേറിയത്തിലുള്ള മീനുകളുണ്ട്, ഷാർക്ക്, അതേപോലെ ഒരുപാട് മീനിൻ്റെ ഐറ്റംസ് ഉണ്ട് ഗ്ലാസ്സിൽ. മീനുകളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടമാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ മീനുകളിലൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാണല്ലോ. കുട്ടികൾക്ക് പൊതുവേ മീനൊക്കെ അങ്ങനെ കാണുക പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ നല്ല കളർ മീനുകൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മീനിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. 100 രൂപയ്ക്കൊന്നും നഷ്ടമല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മീനുകളുടെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ മത്സ്യകന്യക അങ്ങനെ ഉണ്ട്. പിന്നെ അതേപോലെ ഫുഡുകൾ, പിന്നെ യന്ത്രൂഞ്ഞാൽ, പിന്നെ ഗാനമേള പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് പാടണം എന്നുണ്ടെങ്കിൽ അവർക്ക് അവസരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ടായിരുന്നു കേട്ടോ. ബുക്കുകൾ, പിന്നെ വിത്തുകൾ വിൽക്കാനുള്ള വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു മീനാണ് കേട്ടോ അവിടെ പോയിട്ട് കണ്ടതിൽ. കാരണം എന്താ വെച്ചാൽ കാണുമ്പോൾ തന്നെ നല്ലൊരു എന്ത് രസമാണെന്നറിയോ. കുറേ മീനുകൾ ഇങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതൊരു വലിയൊരു അക്വേറിയം ആയിരുന്നു കേട്ടോ. അതിൽ ഒരുപാട് മീനുണ്ടായിരുന്നു. അങ്ങനെ മീനുകളൊക്കെ കണ്ടു. പിന്നെ പാമ്പുണ്ടായിരുന്നു. ആ ഒരൊറ്റ പാമ്പ് തന്നെ ഉള്ളൂ കേട്ടോ. ഒരു ആൾ ഒരു പാമ്പിനെയും കൊണ്ട്. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കുകയൊക്കെ ചെയ്യാം. അതിനൊന്നും ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. യന്ത്രൂഞ്ഞാലിലൊക്കെ കയറുന്നതിനാണെങ്കിൽ എക്സ്ട്രാ ഫീസൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഗോസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ അതിൽ കയറിയിരുന്നു കേട്ടോ. അതിൽ കുട്ടികൾക്ക് ഫീസില്ല എന്നാണ് പറഞ്ഞത്. അതിന് 80 രൂപയാണ് കേട്ടോ അതിൽ കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരൊക്കെ കയറി, ഞാനൊന്നും കയറിയിട്ടില്ലേ. പിന്നെ മക്കളൊക്കെ കയറി, അവർ കയറി. അതേപോലെ യന്ത്രൂഞ്ഞാലും പിന്നെ ബാക്കിയുള്ള അതിലൊക്കെ കയറണമെങ്കിൽ വേറെ എക്സ്ട്രാ ഫീസ് ഉണ്ട് കേട്ടോ. ഈ എൻട്രി ഫീസ് 100 രൂപ കഴിഞ്ഞാൽ നമുക്ക് ഈ അക്വേറിയത്തിലുള്ള മീനുകൾ, പിന്നെ മത്സ്യകന്യക അതൊക്കെ കാണാം. പിന്നെ ഫുഡുകൾ അതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. പിന്നെ എന്താണ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പാമ്പ് കയറുന്നത്. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയിരുന്നു കേട്ടോ. ഫിദനോട് കുറേ പറഞ്ഞു, ഒന്ന് ആ ചെക്കൻ കുറേ പറഞ്ഞു കേട്ടോ തോളിലിട്ട് തരാമെന്നൊക്കെ. പക്ഷേ ഫിദക്ക് പേടി. അങ്ങനെ ഫിദൻ്റെ അപ്പച്ചി ഒന്ന് വെറുതെ അവനോട് ചോദിച്ചു, ഇതിൻ്റെ വായ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണോ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ തുറന്നൊക്കെ കാണിച്ചു തന്നു കേട്ടോ. എന്നിട്ട് അവനെ തോളിലൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല അവന്. പക്ഷെ നമുക്ക് എത്ര ആയാലും നമുക്കതൊരു പേടിയാണ് പാമ്പാവുമ്പോൾ അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ വന്ന് പിന്നെയും കുറേ മീനൊക്കെ കണ്ട്. ഇത് നമ്മളെ മുഷിയാ തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മത്സ്യകന്യകനൊക്കെ കണ്ടു. പിന്നെ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവരിങ്ങനെ നീന്തുന്നതും ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവർ പിന്നെ വെള്ളത്തിൽ നിന്ന് ക്ഷീണിച്ച് കഴിയുമ്പോൾ ഇതേപോലെ കുറച്ച് നേരം ഇങ്ങനെ മേലെ പോയി നിൽക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇതേപോലെ യന്ത്രൂഞ്ഞാൽ കഴിഞ്ഞിട്ട് പിന്നെ വേറെ മറ്റേ കറങ്ങുന്നൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കയറാനുള്ള ആ കുതിര പോലത്തെ സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ തോണി, അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ. പക്ഷെ അതിനൊക്കെ വേറെ എക്സ്ട്രാ ഫീസ് കൊടുക്കണം കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ കുട്ടികൾക്കുള്ളത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ മിഠായികൾ, പണ്ടത്തെ മിഠായികൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളതൊന്നും വാങ്ങിച്ചില്ല. ഫിദക്ക് ഈ പൈസ മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു. പിന്നെ വേറെ എന്തോ ഒരു നമ്മളാ മറ്റേ ജോക്കർ പോലത്തെ ഒരു മിഠായി ഉണ്ടല്ലോ അത് വാങ്ങി. അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. ഒരുപാട് മിഠായികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഹലുവ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ പൊരി ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വാങ്ങിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിദക്ക് ക്ലിപ്പുകൾ വേണമെന്ന് പറഞ്ഞിട്ട് ക്ലിപ്പും മാല, വള. ഞാൻ പറയും ഇങ്ങനത്തെ ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോഴാണ് പണ്ട് നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇതൊക്കെ ഞാൻ വെറുതെ എടുത്തു എന്നുള്ളൂ കേട്ടോ. മിഠായികൾ കണ്ടപ്പോൾ ഒരുപാട് ഐറ്റം മിഠായികൾ ഇങ്ങനെ പണ്ടത്തെ എല്ലാ ഐറ്റംസ് മിഠായികളും ഉണ്ട്. അങ്ങനെ അതൊക്കെ എടുത്തു. അതൊക്കെ എല്ലാം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ. പക്ഷേ നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ലേ. നമ്മൾ കുട്ടികൾക്ക് പിന്നെ വേണമെന്ന് പറഞ്ഞ് മാത്രം ആകെ 2-3 മിഠായി വാങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു 100 രൂപയ്ക്ക് എൻട്രി ഫീ ഒക്കെ കൊടുത്ത് കാണാൻ മാത്രമുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ എടുത്തായതുകൊണ്ട് അങ്ങനെ കുട്ടികൾ കുറേ ദിവസമായി പറയണം. അവിടെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത്
കാണുമ്പോൾ കുട്ടികൾ നമുക്ക് കയറാം അപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് കയറി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കാണാനൊക്കെ നല്ല ഇതുണ്ട്. അങ്ങനെ ഇതേപോലെ ചെറുപയർ പൊരിച്ചത്, കടല പൊരിച്ചത്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എന്താ കയ്പ്പങ്ങ പൊരിച്ചതാണ് തോന്നുന്നു കേട്ടോ. അത് കയ്പ്പങ്ങ പൊരിച്ചത്, അങ്ങനത്തെ കുറേ സാധനം. പക്ഷെ നമ്മൾ ഈ പൊരിച്ച ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പെൺകുട്ടികളുടെ ഒരു എന്താ പറയുക, പെൺകുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എടുക്കണം എന്ന് തോന്നുന്ന സാധനങ്ങളാണ് പിന്നെ കണ്ടതൊക്കെ. ക്ലിപ്പുകൾ, ടിക്ടിക്കുകൾ, മാല, വള, പിന്നെ കമ്മലുകൾ, പിന്നെന്താ ചീർപ്പ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫിദക്ക് എല്ലാം വേണം. ഫിദക്ക് കണ്ടപ്പോൾ എല്ലാ ഐറ്റംസും വേണം കേട്ടോ. പിന്നെ അതിന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ കുറച്ചൊക്കെ വാങ്ങിക്കൊടുത്ത് മെല്ലെ നമ്മൾ അവിടുന്ന് കഴിച്ചില്ലായി. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ എല്ലാം വാങ്ങേണ്ടി വരും. അവൾക്ക് വേണ്ടാത്തതായിട്ടൊരു സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എന്താക്കി, ആവശ്യമുള്ളതൊക്കെ വാങ്ങി ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് ഗാനമേള പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ 2 ആൾക്കാർ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പാടിക്കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇതേപോലെ പാടാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് സ്റ്റേജ് കയറി പാടാം. അതേപോലെ ഇത് ചോക്ലേറ്റിൻ്റെ എന്തോ ഇതാണ് കേട്ടോ. ചോക്ലേറ്റ് ഇത് കൊടുക്കണം, അതുകൊണ്ട് അത് ഉണ്ട്. പിന്നെ അതേപോലെ കിഴങ്ങ് പൊരിച്ചതാണ്. ഒരുപാട് ഐറ്റംസ് ഇതാണ് കേട്ടോ. ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഈ ഗാനമേള അതേപോലെ അവരാദ്യം പാടും. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. കുട്ടികൾ പാടിയത് ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തിട്ടില്ല. കുട്ടികൾ കുറച്ചൊക്കെ കുട്ടികൾ പാടി നല്ല രസമായിട്ട് പാടിട്ടോ. ഈ മോളൊക്കെ ഞാൻ എന്താക്കിയ വീഡിയോ എടുത്താണ്. പാട്ടൊക്കെ പാടി അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടു. ഈ കുട്ടി ഇതേപോലെ പാട്ട് പാടുന്ന കേൾക്കാൻ നല്ല രസമായിട്ട് ഞാനിതേപോലെ എടുത്ത് അടയതാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് ഇറങ്ങിയിട്ടോ. നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.